അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഒരുപാട് ഉപയോഗിക്കുന്നവരാണ്. അത് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് നല്ല ഫോൺ വാങ്ങിക്കാൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ്, വാച്ചസ് വാങ്ങിക്കാൻ, എന്താണോ അവരുടെ ടേസ്റ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗത്തിൽ നമ്മൾ കുറച്ചുകൂടി ഒരു സെൻസിബിളായിട്ട് യങ്സ്റ്റേഴ്സ് ഉപയോഗിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ക്രെഡിറ്റ് കാർഡിന് കുറേ നല്ല വശങ്ങളുണ്ട്. അതായത് തുടങ്ങുന്ന കാലത്ത്, അതായത് നമ്മൾ ജോലി കിട്ടിയിട്ടേ ഉള്ളൂ, ഒരു ക്രെഡിറ്റ് കാർഡ് പെട്ടെന്ന് കിട്ടി, അപ്പോൾ നമ്മുടെ സിബിൽ സ്കോറൊക്കെ നോർമൽ ആയിരിക്കും. അപ്പോൾ നല്ലൊരു സിബിൽ സ്കോറൊക്കെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ഫണ്ട് ഫ്ലോവിനെയൊക്കെ കുറേ കൂടെ ഭേദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ക്രെഡിറ്റ് കാർഡ് വെച്ച് ഒരു മാസത്തെ നമ്മുടെ ചിലവെല്ലാം നടത്തിയാൽ അതിന്റെ പേയ്മെന്റ് നമുക്ക് അടുത്ത മാസം കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ അത് സംഭവിക്കാതെ, ഇതിനെ ഇങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ആൾക്കാർ ചെയ്യുന്നത് അതിനെ ഫുൾ മാക്സിമം ഡ്രെയിൻ ചെയ്യും. അടുത്ത മാസം അടക്കില്ല, അടുത്ത മാസം അടുത്ത ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ സിബിൽ താഴെ പോകും. അതെ അതെ അതെ, ഇവൻച്വലി കൂടേണ്ടിയിരുന്ന സിബിൽ താഴേക്ക് പോകും. അങ്ങനെ ഒരു വലിയൊരു ട്രാപ്പിലേക്ക് പോകലുണ്ട്. ഒരു അടിയന്തരാവസ്ഥയിൽ പോയിട്ട് ബാങ്കുകാരന് മുമ്പ് ഇരിക്കുമ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എടുത്ത് കാണിക്കും, പ്രശ്നത്തിലേക്ക് പോകലുണ്ട്.